അപ്പം ഇങ്ങനെയാണ് ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത്. ഞാൻ മിക്സിക്കകത്തിട്ടൊന്നും അടിച്ചൊന്നുമില്ല. ഇത് നല്ലവണ്ണം നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി ഇതിൻ്റെ ആ കറ കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതല്ല. ചെടികളൊന്നും നന്നായി വളരത്തില്ല. ചെടിയാട്ടെ പച്ചക്കറിയാകട്ടെ നല്ലതായിട്ടൊന്നും വളരത്തില്ല. അപ്പം ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ അമ്പിയാണ്. കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെടികൾക്കൊക്കെ വളമായിട്ട് നമ്മൾ ചകിരിച്ചോറുണ്ടാക്കാറുണ്ടല്ലോ. ചകിരിച്ചോറ് ഇല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വില കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. അതിന് കുറച്ച് വിലയുമാകും. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചകിരിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചകിരിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ തേങ്ങ പൊതിച്ച് തൊണ്ടൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ കൊട്ടയ്ക്കകത്തോട്ട് നമുക്കൊന്ന് പിറക്കിയിട്ടിട്ട് ആദ്യം പിറക്കിയിട്ടിത് ഞാൻ ഈ കൊട്ടയ്ക്കകത്തോട്ട് പിറക്കിയിട്ടിട്ടുണ്ട്. ഇത്രയും ചകിരിച്ചോറാണ് നമുക്ക് ഇന്നുണ്ടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ചകിരിച്ചോറുണ്ടാക്കാനായിട്ട് ഞാനൊരു ചരുവത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ചകിരി ഇത് തൊണ്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് ഏകദേശം ഒരു 2 ദിവസം ഇങ്ങനെ കിടക്കണം. അതിന് ശേഷം വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. കാരണം ഇതിനകത്തൊരു കറയുണ്ട്. ആ കറയൊക്കെ നല്ലതായിട്ട് ഇളകിപ്പോണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെടികൾക്കോ അല്ലെ പച്ചക്കറികൾക്കോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും അത് നന്നായിട്ട് ഉണ്ടാകത്തില്ല. ഇത്രയും ചകിരി ഇത് നമുക്ക് 2 ദിവസം വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ടിട്ടുണ്ട്. ഇത് 2 ദിവസം നമുക്കിങ്ങനെ വെള്ളത്തിലിട്ടിടണം. അതിന് ശേഷം വേണം നമുക്ക് ഇതുണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞ് വീണ്ടും ഞാൻ കൂട്ടുകാരെ കാണിക്കുന്നതാണ്. ഞാൻ ഈ തൊണ്ട് വെള്ളത്തിലിട്ടിട്ടിരുന്നതാണ്. ഇന്ന് 2 ദിവസമായി ഈ തൊണ്ട് വെള്ളത്തിലിട്ടിട്ടിരുന്നിട്ട്. അപ്പം എന്തേ കണ്ടോ, ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ചുമന്ന വെള്ളത്തിൻ്റെ കളറായി. ഇത് കണ്ടോ, ചുമന്ന കളറായി കണ്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇവത്തിൽ നിന്ന് ഈ ചകിരി നമുക്ക് വേർപെടുത്തി എടുത്തണം. ഇതിന് തൊണ്ട് ചകിരിച്ചോറുണ്ടാക്കാനായിട്ട് തൊണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഞാനൊന്ന് ഇരിക്കട്ടെ. ഇനി ഈ തൊണ്ട് മാത്രം ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഓരോന്ന് ഞാൻ 2-3 ദിവസമായി ഇത് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഞാനിതൊന്ന് കണ്ടിച്ചെടുക്കട്ടെ. ഈ 2 സൈഡ് നമുക്കൊന്ന് കണ്ടിച്ചാൽ പെട്ടെന്നായിരിക്കും. അപ്പോൾ നമുക്ക് 2 സൈഡൊന്ന് കണ്ടിച്ചെടുക്കാം. അപ്പം നമ്മളിങ്ങനെ എടുത്തിടുകയാണ്. 3 ദിവസമായി വെള്ളത്തിലിട്ടിട്ട്. അപ്പം നമ്മളിങ്ങനെ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ പിച്ച് ചെയ്ത് നമ്മൾ വെത്തിലോട്ട് ഇടണം. ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് എത്രയും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കയറ് വീശി സമയത്ത് പച്ചത്തോണ്ട് വരുന്നില്ല. വെള്ളത്തിലിട്ട് 2 ദിവസം
അപ്പോൾ കൂട്ടുകാരെ ഇത് ഞാൻ ഇവത്തിൽ നിന്ന് ഒരു തൊണ്ടയിലാണ് ഇത്രയും ചകിരിച്ചോറ് എടുത്തിരിക്കുന്നത്. ഇതുണ്ട് കണ്ടോ, ഇത്രയും എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് ഇതെല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് നല്ലതായിട്ട് ഇളകി വരുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ചകിരി ചോറ് കിടക്കുവാണ്. നമ്മൾ ശകലം കളയത്തില്ല, അതെല്ലാം നമ്മളിങ്ങനെ എടുക്കണം. പിന്നെ ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, വല്ലാത്തൊരു കളറാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം അങ്ങ് കളയാം. നമുക്കെന്നിട്ട് ഇത് നല്ലാണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്ര എടുത്തായിരുന്നു. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വെള്ളം അങ്ങ് കളയാം. അപ്പം നമുക്ക് ഞാനൊരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തു. ഇതിനകത്തിൽ ഒരുപാട് നൈട്രജൻ ഉള്ള കാരണം നമ്മൾ നന്നായി കഴുകിയെടുക്കണം. അതിൻ്റെ ആ കളറൊക്കെ മാറുന്നവരെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകണം. അപ്പോൾ ഇത് നമുക്ക് ഇതെടുത്തിട്ട് ഇത് വലുതല്ലേ, അപ്പം നമുക്ക് ചെറുതാക്കാൻ ഒരു കത്രികയുടെ സഹായത്തോടെ കട്ട് ചെയ്തിടാം. ചിലരൊക്കെയാണ് മിക്സിക്കകത്ത് അരയ്ക്കുന്നവരുണ്ട്. ഞാനിത് കട്ട് ചെയ്യുകയാണ്. ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യുക ഇത് മുഴുവനും. ഒന്ന് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. അല്ലെ ഇതിനകത്ത് ഈ നൈട്രജൻ്റെ അംശം കൂടുതലുള്ളത് കാരണം നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ചെടികളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചെടികളായാലും പച്ചക്കറികളായാലും ഒക്കെ. അത് കാരണം നമുക്ക് ഇപ്പോൾ അതിൻ്റെ കളർ കുറച്ച് മാറിയിട്ടുണ്ട്. നമുക്കങ്ങനെ ഇങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത്, അപ്പോൾ ഒരു ശകലവും നമുക്കിങ്ങനെ കളയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇങ്ങനെ കോരിയെടുക്കണം നമുക്ക്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഒരു ചുമന്ന കളറായി വെള്ളത്തിന്. ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുത്തായിരുന്നു. കണ്ടോ, അപ്പം നമുക്ക് ഇത്രയും ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ചകിരിച്ചോറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കത്രികയുടെ സഹായത്തോടെ. ചിലർ മിക്സിക്കകത്തിട്ട് അരയ്ക്കും. നമുക്കങ്ങനെ അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ കണ്ടോ, ഇങ്ങനെ ഇത്രയായി നമുക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളമായിട്ട് ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും തെങ്ങിനുമൊക്കെ വളമായിട്ടിടാൻ നല്ലതാണ് ഈ ചകിരിച്ചോറ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ ചകിരിച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഈ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് ചകിരി വന്നു, അല്ലെങ്കിൽ തൊണ്ട് നമ്മൾ അടുപ്പ് വെച്ച് കത്തിക്കും. അല്ലെങ്കിൽ ചിലരൊക്കെ അടുപ്പ് ഇല്ലാത്തവരെ, അടുപ്പ് ഉപയോഗിക്കാത്തവരൊക്കെ ഇതങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യാവുന്നവർ നമുക്ക് ചകിരിച്ചോറ് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട. കണ്ടോ, മിക്ക ആൾക്കാരുമൊക്കെ ഈ പച്ചക്കറിക്കൊക്കെ ഇടാനായിട്ട് ചകിരിച്ചോറൊക്കെ കടയിൽ നിന്ന് വില കൊടുത്താണ് വാങ്ങിക്കുന്നത്. കണ്ടോ, അപ്പം നമുക്ക് അനായാസം വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു 3-4 തൊണ്ട് മാത്രമേ ഉള്ളൂ. ഒരു തേങ്ങയുടെയാണിത്. ഒരു തേങ്ങ പൊട്ടിച്ചാൽ എത്രയുണ്ട് അതിൻ്റെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മറ്റേതെല്ലാം ഞാൻ തന്നെ അവിടോട്ട് ഇട്ടിട്ടുണ്ട്. അത് പിന്നെ ഞാൻ എടുക്കുന്നതാണ്. അതങ്ങോട്ടിട്ട് ഇപ്പോൾ എൻ്റെ ക്യാമറാമാന് ബിസിയാണ്, പഠിക്കാൻ പോകണം. അത് കാരണം ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളേ. അപ്പം കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.